വഴിയരികിൽ തളർന്നു വീണ സ്ത്രീക്ക് രക്ഷകരായി 3 കുട്ടിത്താരങ്ങൾ. കണ്ണൂർ ചൊക്ലിയിലെ VP ഓറിയന്റൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയരാകുന്നത്. തളർന്നു വീണ സ്ത്രീയുടെ കാല് തിരുമ്മിയും വെള്ളം കൊടുത്തും രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ഈ കുഞ്ഞുങ്ങൾക്ക് അഭിനന്ദന പ്രവാഹമാണ്. 6ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഐഷ അലോന, ഖദീജ കുബ്ര, നഫീസത്തുൽ മിസ്രിയ എന്നിവരാണ് സ്നേഹത്തിന്റെ മാലാഖമാരായി മാറിയത്. നമസ്കാരം. ഇന്ന് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഞാൻ ഇപ്പോൾ ഈ കാണിച്ചത്. ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അഭിമാനം തോന്നുന്നു. ഒരു കുഞ്ഞുങ്ങൾ എങ്ങനെയൊക്കെ വളർന്നു വരണം, എന്തൊക്കെ പഠിച്ച് വളർന്നു വരണം എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ആ കുട്ടികൾ എന്ന് പറയുന്നത്. ആ കുട്ടികളുടെ ഒരു വരവുണ്ട്. അതായത് അവിടെ ഒരു സ്ത്രീ തളർന്നു വീഴുവാണ്, അവിടെ ഒരുപാട് മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ കുട്ടികൾക്ക് അവിടെ ഇടപെടേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷെ എന്നിരുന്നിട്ട് പോലും പൗരബോധം എന്നൊക്കെ പറയുന്ന ഇതാണ്. എന്നിരുന്നിട്ട് പോലും ആ കുട്ടികൾ, ദൂരെ നിന്ന കുട്ടികൾ ഓടി വരുന്നുണ്ട്. 2 കുട്ടികൾ പോയി ബാക്കി കുട്ടികളെയും കൂടെ വിളിച്ചുകൊണ്ട് വരുവാണ്. ആ പെൺകുട്ടികൾ ഓടിയെത്തി അവിടെ വേണ്ടത് എന്താണ് എന്ന് നോക്കിയും കണ്ടും ചെയ്യുക, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ഫസ്റ്റ് എയ്ഡ് നൽകുക. നമ്മളിൽ എത്ര പേർക്ക് അറിയാം, ഇത്രയും മുതിർന്ന നമ്മളിൽ എത്ര പേർക്ക് ഒരു അപകട സിറ്റുവേഷനിൽ, ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെ ഫസ്റ്റ് എയ്ഡ് നൽകണം എന്ന് നമുക്കറിയാമോ? നമുക്ക് പലർക്കും അറിയില്ല. കാരണം നമ്മൾ അതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല. നമ്മൾ പഠിച്ചു വന്ന വിദ്യാഭ്യാസ രീതികളിലൊന്നും തന്നെ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. ഇവിടെ ആ കുട്ടികൾ വരുന്ന ഒരു വരവുണ്ട്. ആ വരവ് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ? ഈ കുഞ്ഞുങ്ങൾ ശരിക്കും വളരെയധികം അഭിമാനമാണ്. ഈ രീതിയിൽ വേണം മക്കൾ വളർന്നു വരാൻ വേണ്ടിയിട്ട്. സത്യത്തിലുണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരണം. ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, ഒരു സമൂഹമാകുന്ന സമയത്ത് അവിടെ എങ്ങനെയൊക്കെ ജീവിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ വേണം, ആ കാര്യങ്ങളൊക്കെ വേണം ആദ്യം കുഞ്ഞുങ്ങളെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരു പാഠപുസ്തകമുണ്ട്, ആ പാഠപുസ്തകത്തിനകത്ത് എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങൾ മനഃപ്പാഠമാക്കി പരീക്ഷ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം വരുമ്പോൾ അതിനകത്തേക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിയും, എല്ലാ വിദ്യാഭ്യാസവും പൂർത്തിയായി എന്ന് വിചാരിക്കുന്നതല്ല ശരിയായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം. ഇപ്പം ജാപ്പനീസ് വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെ നമ്മളൊന്ന് കണ്ടു നോക്കണം. അവിടെ കുഞ്ഞുമക്കളെ ആദ്യം പഠിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലാണ്. ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, ടീച്ചേഴ്സിനോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ വൃത്തിയായിട്ട് ഭക്ഷണം കഴിക്കണം, ഇതൊക്കെ തന്നെ അവരെ പഠിപ്പിക്കും. അത് മാത്രമല്ല, മിക്ക സ്ഥലങ്ങളിലും നമ്മുടെ ഇപ്പൊ ഇവിടുത്തെ നാട്ടിലെ PT പീരീഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, ഇവിടെ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. അവിടെയൊക്കെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, സ്പോർട്സ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയുന്നത് അവരുടെ പരീക്ഷാ പേപ്പറുകളിൽ ഒരെണ്ണമാണ്. അതിനകത്ത് ഫെയിൽ ആയി കഴിഞ്ഞാൽ അവരെ ഫെയിലാക്കി വിടും. ഇവിടെ മാത്രം എന്താ, ഇവിടെ നമ്മൾ പുസ്തകത്തിൽ ഏതാണ്ടൊക്കെ കാണാതെ പഠിക്കുന്നു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. സത്യത്തിൽ നമ്മൾ മാത്സിന്റെ കുറെ തീറം, ഫിസിക്സിന്റെ കുറെ തീറം ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് കാണാപ്പാഠം പഠിച്ച് നമ്മൾ ഛർദ്ദിക്കാറുണ്ട്. പക്ഷെ അതൊന്നും തന്നെ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യാതൊരു രീതിയിലും ആപ്ലിക്കബിൾ അല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ സമൂഹത്തിൽ ജീവിക്കണം, ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് നോളേജ്, ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ നോളേജ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് വേണം മക്കളെ വളർത്താൻ വേണ്ടിയിട്ട്. ഇത് ഈ കുട്ടികൾ വളർന്നു വന്ന ചുറ്റുപാട്, ആ കുട്ടികളുടെ മാനസികാവസ്ഥയൊക്കെ എത്രത്തോളം നന്മ നിറഞ്ഞതാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇതുപോലെ നമ്മുടെ നാട്ടിലെ മക്കൾ എല്ലാവരും മാറുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സമൂഹം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴേക്കും അവിടുന്ന് ഓടിപ്പോകാനല്ല കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അവിടേക്ക് ചെല്ലുക, ഇടപെടുക, അവിടെ എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്ന് അവര് നോക്കി കണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിരിക്കണം. അങ്ങനെ ധൈര്യത്തോടു കൂടി അത്തരത്തിലുള്ള അറിവും വിവരവും ഒക്കെ പകർന്നു നൽകി വേണം മക്കളെ വളർത്താൻ. ഈ കുഞ്ഞുങ്ങൾ ശരിക്കും അഭിമാനമാണ്, നല്ല ഉദാഹരണമാണ്. ഈ കുട്ടികളെ കണ്ടിട്ട് പഠിക്കണം. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തമ്മിൽ തല്ലാൻ വേണ്ടിയിട്ടല്ല മക്കളെ പഠിപ്പിക്കേണ്ടത്. ഇത്തരത്തിൽ പരോപകാരം ചെയ്യാനും, സമൂഹത്തിൽ ഇറങ്ങി സഹായിക്കാനും, മറ്റുള്ള ആൾക്കാർക്ക് ഉപകാരം ചെയ്യാനും അവർക്ക് എന്തൊക്കെ വേണം. പിന്നെ മാത്രമല്ല, ഇങ്ങനൊരു അപകട സിറ്റുവേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾ പകച്ചു നിൽക്കും. പെട്ടെന്ന് മുതിർന്നവർക്ക് എന്തെങ്കിലും വരുന്നത് കാണുമ്പോൾ കുട്ടികൾ പകച്ചു നിൽക്കും. അങ്ങനെയല്ല, അവിടെ പകച്ചു നിൽക്കാതെ എന്താണ് ആ സാഹചര്യം എന്ന് വിലയിരുത്തി ആ സാഹചര്യത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോഴേ ഈ ഒരു പ്രായത്തിലെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കണം. നമ്മൾക്കും ഉത്തരവാദിത്വമുണ്ട്, മുതിർന്നവരായിട്ടുള്ള നമ്മൾക്കും ഉത്തരവാദിത്വം
പറ്റാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒരുപാട് നമ്മുടെ കൺമുന്നിൽ കൂടെ പോകും. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയാമെങ്കിൽ അവിടെ ഫസ്റ്റ് എയ്ഡ് എന്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു സ്ത്രീ തലകറങ്ങി വീണു, അല്ലെങ്കിൽ ഒരു പുരുഷൻ തലകറങ്ങി വീണു, ആ സമയത്ത് എങ്ങനെ ഫസ്റ്റ് എയ്ഡ് നൽകണം, പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടത്, ബേസിക് ആയിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള വിവരം നമ്മളും ഉണ്ടാക്കിയെടുക്കണം. പൗരബോധമുള്ള വ്യക്തികൾക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അറിവ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാനും ഒന്നുമല്ല നമ്മൾ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത്, നമ്മളും പഠിക്കേണ്ടത് അതല്ല. പരസ്പരം സ്നേഹിക്കാനും പരസ്പരം ഒത്തൊരുമയോടുകൂടി ജീവിക്കാനും വേണം പഠിക്കാൻ.